ഇന്ന് നല്ലൊരു ജ്യൂസ് പൗഡറാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി കുടിക്കാനായിട്ട് പറ്റും കേട്ടോ. അതുപോലൊക്കെ ജ്യൂസ് പൊടിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇന്ന് ബീട്രൂട്ടും നെല്ലിക്കൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു പൗഡറാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനും സ്കിന്നിൻ്റെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. നിറം വയ്ക്കാനൊക്കെ വളരെ നല്ലതാണ് ഈ ഒരു ഡ്രിങ്ക്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. ഒരു ജ്യൂസ് പൗഡർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ 1/2 കിലോ നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ബീട്രൂട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം കഴുകിയെടുത്തതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് കഴുകിയിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് കൂടെ എടുക്കണം കേട്ടോ. ഞാനിപ്പോൾ നെല്ലിക്കയും ബീട്രൂട്ടൊക്കെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുന്ന ഭാഗമൊന്നും കാണിക്കണമെന്നില്ല കേട്ടോ. അതൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒത്തിരി ലെങ്തി ആയിട്ട് പോകുമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ നെല്ലിക്കൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് തുടച്ചെടുത്തതിന് ശേഷം ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുക. അതുപോലെ തന്നെ ബീട്രൂട്ടിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കഴുകിയിട്ട് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൂടെ എടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ വേണം ആക്കിയെടുക്കാനായിട്ട്. ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തതിന് ശേഷം പിന്നെ ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം പിന്നെ നമുക്കിതൊന്ന് ഉണക്കിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് കൂടെ കുറച്ചൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് കനം കുറച്ചിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കുകയാണ് ചെയ്യണത്. നല്ല വെയിലൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ ഒരു 2-3 ദിവസം കൊണ്ട് തന്നെ ഇത് നല്ലോണം തന്നെ ഡ്രൈ ആക്കിയിട്ടൊക്കെ എടുക്കാനായിട്ട് പറ്റും. നന്നായിട്ട് ഉണങ്ങി കിട്ടും. അതല്ലെങ്കിൽ ഒരു 3-4 ദിവസമൊക്കെ എടുക്കും കേട്ടോ നല്ലോണം ഉണങ്ങാനായിട്ട്. അപ്പോൾ ഞാനിവിടെ 2 പാത്രത്തിൽ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് വെയിലത്ത് വെച്ചിട്ട് ഉണക്കി എടുത്തിട്ട് കൊണ്ടുവരാം. ഒരു 3 ദിവസത്തെ വെയിൽ കൊള്ളിച്ചതിന് ശേഷം ഞാനിത് എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഒട്ടും ഈർപ്പമൊന്നുമില്ല കേട്ടോ. നല്ലോണം തന്നെ ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കൈ കൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പൊടിക്കണ സമയത്ത് ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ വേണം ഇത് ഉണക്കിയെടുക്കാനായിട്ട്. ഇത് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ പകുതിയോളം ഈ ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ബാക്കിയുള്ളത് ഞാനിവിടെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്ലീൻ ആയിട്ടുള്ള മിക്സി ജാറ് വേണം എടുക്കാനായിട്ട്. വെള്ളം നനവൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഈ ഒരു പൊടിയൊക്കെ ചീത്തയായിട്ടൊക്കെ പോകും കേട്ടോ. പകുതിയോളം ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ബാക്കിയുള്ളത് ഇതുപോലൊരു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വെള്ളം തിളപ്പിക്കുമ്പോഴൊക്കെ അതിലേക്കൊക്കെ ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഇത് വെറുതെ കഴിക്കുകയും ചെയ്യാം കേട്ടോ. നല്ലതാണ്. ജാറിലുള്ളത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2.5 ടേബിൾ സ്പൂൺ അളവിൽ പനം കൽക്കണ്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര വേണ്ട കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഒഴിവാക്കുന്നതാണ് നല്ലത്. പൊടിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ല ജീരകം, പെരിഞ്ജീരകം, കുരുമുളക്, അയമോദകം അതൊക്കെ ചേർക്കണമെങ്കിൽ അതൊക്കെ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ സ്പൈസസ് ഒന്നും ചേർത്ത് കൊടുക്കാണ്ടാണ് ഇത് പൊടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ജ്യൂസ് പൗഡർ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. പൊടിക്കാണ്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെയാണ് വെള്ളം തിളപ്പിക്കുന്നത് എന്ന് കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ. കുടിക്കാനായിട്ടുള്ള വെള്ളം തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം അതിൽ നിന്ന് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് അടച്ച് വയ്ക്കുക. ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും ഈ ഒരു വെള്ളത്തിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ടാവും കേട്ടോ. ഈ ഒരു വെള്ളം നമുക്ക് ചൂടാറിയിട്ടൊക്കെ കുടിക്കാവുന്നതാണ്. വളരെ നല്ലതാണ് കേട്ടോ ഇതുപോലെയൊക്കെ ചെയ്യണത്. അപ്പോൾ മഴക്കാലമൊക്കെ ആയില്ലേ, നമ്മൾ പച്ചവെള്ളമൊക്കെ കുടിക്കണക്കായും ഏറ്റവും നല്ലത് തിളപ്പിച്ചാറിയ വെള്ളമൊക്കെ കുടിക്കണതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്ത് കുടിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് അരിച്ചിട്ടൊക്കെ കുടിക്കണതായിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ ഇനി ആ ഒരു പൊടി വെച്ചിട്ട് നല്ലൊരു ഡ്രിങ്ക് എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കാമെന്നുള്ളത് കൂടെ കാണിക്കുന്നുണ്ട്. ഞാനിവിടെ 1 ഗ്ലാസ് ഡ്രിങ്ക് തയ്യാറാക്കിയിട്ട് എടുക്കണതാണ് കേട്ടോ കാണിക്കണത്. അപ്പോൾ ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് സബ്ജ സീഡ് കുതിർത്തതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷം പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ആ ഒരു പൗഡർ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് തണുത്ത വെള്ളമോ അതല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളമോ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി. ഇനി മധുരത്തിന് വേണ്ടിയിട്ട് വേറെ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിലേക്ക് നമ്മൾ പനം കൽക്കണ്ടൊക്കെ ചേർത്തിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതല്ലേ. ഇത്ര മതി. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് കേട്ടത്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കൊക്കെ കുടിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇത് നമുക്ക് രാവിലെയൊക്കെ കുടിക്കേണ്ടത് നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.